നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതേ പണിക്കരുടെ 2 ആഴ്ചത്തെ ഫലവിവരോ? പണിക്കർ എഴുതി വെച്ചോ അത് എഴുതി വെച്ചതോ കണ്ടില്ലേ? ഒടിവ്, ചതവ് എന്നിവ ഉണ്ടാകാതെ സൂക്ഷിക്കണമെന്ന്. ആ അതെങ്ങനെയാ? നീ വിചാരിച്ചാലും നിന്റെ നാവ് അടങ്ങിക്കിടക്കില്ലല്ലോ. ഞാൻ സംസാരിച്ച നീ എന്തിയൂടി? പടി വന്ന് എന്റെ കൈ ഒടിക്കടി. ആകാശത്തോടെ പോകുന്ന വയ്യാവേലികള് ഏണി വെച്ച് പിടിക്കുന്നവളാ നിന്ന് ന്യായം പറയുന്നത്. മാർഗം മുടക്കി രാവിലെ 2 ആളും കൂടി തുടങ്ങിയല്ലോ കലാപരിപാടി. കഷ്ടം. എന്തെങ്കിലും ജോലിക്ക് പൊയ്ക്കൂടെ നിനക്കൊക്കെ? കുടുംബത്തിൽ സമാധാനമെങ്കിലും കിട്ടുമല്ലോ. ആ അങ്ങനെ ചോദിക്കേണ്ടി. ഞാൻ ദേ ആന്റി പറഞ്ഞതുപോലെ രൂപേഷേട്ടനോടൊപ്പം ഓഫീസിലേക്ക് ജോലിക്ക് വരട്ടെ എന്ന് ചോദിച്ചതാ. ആ രൂപേഷേട്ടനാണെങ്കിൽ പകുതി സമ്മതിച്ചതോ ആയിരുന്നു. അപ്പോഴാ ഈ നശിച്ചവള് വന്ന് ഞാനും കൂടെ ഓഫീസിലേക്ക് കെട്ടിയൊരുങ്ങി വന്നോട്ടെ എന്നൊരു ചോദ്യം. അതോടെ 2 കൂടി തീർന്നു. ആരും വരണ്ടാന്നായി. ആന്റി, ഞാൻ ചെയ്തതിൽ എന്താ തെറ്റ്? നിനക്ക് മാത്രം ജോലി മതിയോ? മതിയടി. എനിക്ക് മാത്രം മതി. ശരിയായില്ലല്ലോ. ദേ നിങ്ങൾ ഇങ്ങനെ എപ്പ കണ്ടാലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കീരിയും പാമ്പും കളിക്കുന്നത് കൊണ്ടാ ആ ദർശന കേറി ഗോൾ അടിക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ജോലിയുടെ കാര്യം തന്നെ പരസ്പരം ഒരു ധാരണ വെച്ച് ആദ്യം ഒരാള് കേറിയിരുന്നെങ്കില് മറ്റേ ആൾക്ക് ഈസി ആയിട്ട് പിന്നെ കേറാമായിരുന്നല്ലോ. ആദ്യം നിങ്ങൾ ഒരു ധാരണയിലെത്താൻ നോക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൈവെള്ളയെന്ന് ഇങ്ങനെ ചോർന്നു പൊയ്ക്കൊണ്ടിരിക്കും. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം പരസ്പരം ഇങ്ങനെ പഴിചാരുന്നതിലല്ല, ഒന്നിച്ചു നിന്ന് പലതും നേടിയെടുക്കുന്നതിലാ മിടുക്ക് കാട്ടേണ്ടത്.